ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് നല്ല ഫ്രഷ് പച്ചച്ചീര കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് പരിപ്പും തേങ്ങയൊക്കെ ചേർത്ത് നമുക്കൊരു തോരൻ പ്രിപ്പയർ ചെയ്യാം. പരിപ്പ് പാകത്തിന് വേവിച്ചെടുത്ത് കുറച്ച് തേങ്ങയും വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നോമ്പ് സ്പെഷ്യൽ ഡിഷാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടിയ ചീര ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരുന്നേ. അധികം അഴുക്കൊന്നുമില്ല, പിന്നെ കെമിക്കൽ ഫ്രീ അല്ലേ, അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ചീര എല്ലാം ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീരെ പൊടിയായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇത് നന്നായിട്ട് വേഗുന്ന ചീര ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ഹാഫ് ആൻ അവർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പരിപ്പ് വേകാൻ ആവശ്യമായ വെള്ളം, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോൾ കൂടുതൽ വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വറ്റിച്ചെടുക്കണേ. കാരണം ചീരയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പരിപ്പ് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. പരിപ്പിനകത്തുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നതും അത്ര ഹെൽത്തി അല്ല. ഉള്ള ന്യൂട്രിയൻസ് ഒക്കെ അതിൻ്റെ കൂടെ പോയി കിട്ടുവേ. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് അധികം വെള്ളം ആഡ് ചെയ്യാതെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പരിപ്പ് കുക്ക് ചെയ്തെടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് കറി ലീവ്സ്, കുഞ്ഞുള്ളി, എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് ജീരകം, ഇനി വെളുത്തുള്ളിയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഗാർലിക് പേസ്റ്റാണേ, അതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആവശ്യമായ തേങ്ങ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണേ ഞാൻ. കറി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വല്ലാതെ അങ്ങ് അരഞ്ഞു പോരുതേ, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കാം. ചൂട് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമുക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഫ്രഷ് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ് കേട്ടോ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പാകത്തിന് കുക്ക് ചെയ്തെടുത്ത പരിപ്പായതുകൊണ്ട് തന്നെ ഇതിന് വേകേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് റോ ആണേ, അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ചില ചീര കുക്കായി കിട്ടാൻ കുറച്ച് സമയം എടുക്കുവേ. ഈ ചീരയ്ക്ക് അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല. ഒന്ന് സ്റ്റീം കയറിയാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള എരിവും ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് സ്വല്പം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ക്രഷ് ചെയ്യാൻ യൂസ് ചെയ്ത ജാർ ഒന്ന് കഴുകി സ്വല്പം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുന്നുണ്ട്. മിക്സി ജാർ കഴുകിയ വെള്ളം സ്വല്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, അത് മതി. ആ ഒരല്പം വെള്ളത്തിലിരുന്ന് ഈ ചീര നമുക്ക് നല്ല സൂപ്പറായിട്ട് കുക്കായി കിട്ടും. പാൻ കവർ ചെയ്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നോക്കിക്കേ, ചീരയൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ടേ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി പോരാന്ന് എനിക്ക് തോന്നിയേ. അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെന്ത് വന്നപ്പം ചീര ഇച്ചിരേ ഉള്ളൂ അല്ലേ. തോരൻ നല്ലതുപോലെ വറ്റിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുത്ത് സ്വല്പം നേരം കൂടെ കുക്ക് ചെയ്യാം. ഇപ്പം നോക്കിക്കേ, നല്ല അടിപൊളി ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ലെൻറ്റ് സീസണിൽ ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. പരിപ്പിനകത്ത് പ്രോട്ടീനുണ്ട്, ചീരയ്ക്കകത്ത് ഫൈബർ, പിന്നെ വിറ്റാമിൻസും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. Bye-bye.